കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. ദത്ത, ഇതെന്റെ ഫേവറേറ്റ് സോങ്ങാ, നിനക്കിത് അറിയോ? എൻ്റെ കുട്ടിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേട് ഈ ദത്തന അറിഞ്ഞൂടെ? പക്ഷേ എനിക്ക് നിന്റെ അറിയില്ലല്ലോ. ഞാനൊരു സെൽഫിഷാണ് ദത്ത. ഞാനത് ഇങ്ങനെ, നിനക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അയ്യേ, ഇനി എൻ്റെ മുന്നേ അതിൻ്റെ പേരിൽ കരയണ്ട. എൻ്റെ കുട്ടിയുടെ ഇഷ്ടങ്ങളായിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഞാൻ വെറുതെ പറയുന്നതല്ല, നീ അത്രയും എൻ്റെ ജീവനിൽ അലിഞ്ഞു ചേർന്നടാ. അദ്ദേഹത്തിന് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ വർണ്ണയ്ക്ക് സ്വയം എവിടെയോ ഒരു കുറ്റബോധം തോന്നിയിരുന്നു. അവൾ പതിയെപ്പോഴും ഉറങ്ങിപ്പോയി. പുതിയ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് ദത്തനും. പിറ്റേന്ന് രാവിലെ വർണ്ണ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അടുത്ത് ദത്തനില്ല. അവൾ തലവഴിയുള്ള പുതപ്പ് പതിയെ മാറ്റി ബെഡിൽ എഴുന്നേറ്റിരുന്നു. സമയം 8 മണി. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. ഒരു 9:30 ക്ലാസ്സിലെത്തണം. അതിന് 9 മണിയാകുമ്പോഴേക്കും റെഡിയാവണം. എന്നാലും 9:10 ബസ്സിന് പോകാൻ പറ്റൂ. അപ്പോൾ 8 മണിക്ക് എണീറ്റാ കോളേജിൽ പോകാൻ സമയമുണ്ട്. 9 മണിവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാ ഇന്ന് കോളേജിൽ പോകണ്ട. ഈശ്വര, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ലേ ഇന്ന് എനിക്ക് കോളേജിൽ പോകണമെന്ന്? അവൾ വീണ്ടും ബെഡിലേക്ക് കിടന്നു. സമയം 8:15, 8:30, 8:45, 9 മണി. ആവൂ, ഇനി രക്ഷപ്പെട്ടു. അവൾ സമാധാനത്തോടെ എണീക്കാൻ നിന്നതും ദത്തൻ റൂമിലേക്ക് വരുന്ന ശബ്ദം കേട്ട് വീണ്ടും ബെഡിലേക്ക് ഉറങ്ങുന്ന പോലെ കിടന്നു. കുഞ്ഞേ, എണീക്കടാ, സമയമായി, നമുക്ക് ക്ലാസ്സിൽ പോകണ്ടേ? ദത്തൻ വിളിച്ചതും വർണ്ണ തിരിഞ്ഞു കിടന്നു. കുഞ്ഞെ, വെറുതെ കളിക്കല്ലേ, എണീക്കാൻ നോക്ക്. ദത്തൻ അവളെ എടുത്ത് എണീപ്പിച്ചിരുത്തി. സമയം 9 ദത്ത, ഇനി കുളിച്ച് എപ്പോൾ പോവാനാ? 10 മണിക്കല്ലേ ക്ലാസ്, ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. എനിക്ക് പാനിയാ ദത്ത. ദേ, എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, എണീക്കരി മര്യാദക്ക്. ഇങ്ങനെയുണ്ടൊരു മടി. ദത്തൻ്റെ ശബ്ദം ഉയർന്നതും വർണ്ണ ഞെട്ടി. അടുത്ത നിമിഷം അവൾക്ക് അറിയാനായി മുഖം കൂർപ്പിച്ചതും ദത്തൻ ഇരുന്നിടത്തും എഴുന്നേറ്റു. കള്ളക്കരച്ചിലെങ്ങാനും കരയാൻ ഈ തിരുമായ തുറന്ന നല്ല പേരപടി മുറ്റത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ആടി കിട്ടുമെന്ന് പറഞ്ഞ് ആടി കിട്ടും. എല്ലാം നിന്റെ വാശിക്ക് നിൽക്കാൻ പറ്റില്ല. ദത്തൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് നടന്നു. ഒപ്പം വർണ്ണ കരയുകയും ചെയ്യുന്നുണ്ട്. വാ എടുക്കടി. ദത്തൻ അലറി. അവൻ ബ്രഷും പേസ്റ്റും എടുത്തു കൊടുത്ത് അകത്തേക്ക് കയറിപ്പോയി. വർണ്ണക്കിടാനുള്ള ഡ്രസ്സുമായി വരുമ്പോഴേക്കും വർണ്ണ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി ബാത്റൂമിൽ നിന്ന് സമയം കാണാൻ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്യും. പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിയുന്ന നേരത്തെ അത് തുറക്കൂ, ഓർത്തോ നീ? അത് പറഞ്ഞ് ദത്തൻ യൂണിഫോം അവൾ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. വർണ്ണ വേറെ വഴിയില്ലാത്തത് കൊണ്ട് കുളിച്ചിറങ്ങി. അതിനോടൊപ്പം അവൾ കരച്ചിൽ നിർത്തി. പിന്നീട് മുഖം വീർപ്പിച്ചാണ് നടന്നത്. കുളി കഴിഞ്ഞ് വന്ന വർണ്ണയ്ക്ക് ദത്തൻ ഫുഡ് എടുത്ത് വെച്ചിരുന്നു. സത്യത്തിൽ അതെല്ലാം കണ്ട് വർണ്ണയ്ക്ക് സങ്കടം തോന്നി. തന്നെ നല്ലതിന് വേണ്ടിയാണ് ദത്തൻ പറയുന്നത്. പക്ഷെ അവനെ വിട്ട് പോകാൻ വയ്യാത്തത് കൊണ്ടാണ് ക്ലാസ്സിൽ പോവാത്തത്. കൂടുതൽ പഠിക്കാനുള്ള മടിയും. അതിന് ദേഷ്യം തീർക്കാൻ ദത്തൻ ഫുഡ് കൊടുത്തപ്പോൾ വാശി കാണിച്ച് വർണ്ണ കഴിച്ചില്ല. എന്നാൽ അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നതായതോടെ വേഗം കഴിച്ചു. സമയം 9:30 ആയി കാണും. വർണ്ണ ബുക്കെല്ലാം ബാഗിൽ എടുത്ത് വെച്ച് യൂണിഫോം ഷാള് പിൻ ചെയ്യാനായി കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. താട, ഞാൻ ചെയ്യാം. വേണ്ട, ഞാൻ ചെയ്തോളാം, എനിക്കറിയാം ഇതൊക്കെ, ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. അത് പറഞ്ഞ് അവൾ ഷാള് മടക്കി ഇരു സൈഡിലായി പിൻ ചെയ്ത് വെച്ചു. അതെല്ലാം നോക്കി ദത്തന് ഒന്നും മിണ്ടാതെ ഡ്രസ്സിംഗ് ടേബിളിൽ ചാരി നിന്നു. വർണ്ണ അവനെ ശ്രദ്ധിക്കാതെ ബെഡിന് മുകളിൽ നിന്നും ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. ദത്തൻ പിന്നിൽ നിന്നും വിളിക്കുമെന്ന് അവൾ കരുതിയെങ്കിലും അവൻ വിളിച്ചില്ല. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ദത്തനെ ഒന്ന് തിരിഞ്ഞു നോക്കി. കാണാനില്ല. അവൾ തോളിലെ ബാഗ് ചേലിട്ട് അകത്തേക്ക് വന്നപ്പോൾ ദത്തൻ അതേ നിൽക്കുകയാണ്. വർണ്ണ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. സങ്കടമായ ദത്ത നിനക്ക്? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാ. പക്ഷെ ദത്തൻ ഒന്നും വേണ്ടിയില്ല. വേണമെങ്കിലല്ലേ ദത്ത, സോറി സോറി സോറി, എന്നോട് എന്തെങ്കിലും ഒന്ന് പറയ് പ്ലീസ്. ദത്തൻ അവളെ തന്നീന്ന് അടർത്തി മാറ്റി. ശേഷം അവളുടെ നെറുകയിൽ ഒന്നും വെച്ചു. ടൈമായി, പോയി വാ. എന്നോട് ദേഷ്യമാണോ? ഞാൻ അറിയാതെ പറഞ്ഞത് ദത്ത. വേണമെങ്കിൽ എന്നൊന്ന് തല്ലിക്കോ, പക്ഷെ ഒന്നും വീണാതെ ഇരിക്കല്ലേ. ദേഷ്യമോ? എൻ്റെ കുട്ടിയോട് ദത്തന് ദേഷ്യപ്പെടുമോ? പോയി വാ. ദത്തനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. വർണ്ണക്ക് മനസ്സിൽ വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു. ചെയ്തത് തെറ്റാണെന്നൊരു തോന്നൽ. തിരിഞ്ഞു നടന്ന അവൾ പെട്ടെന്ന് ദത്തൻ്റെ അരികിലേക്ക് ഓടി വന്ന് അവൻ്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കാലിൽ കയറി നിന്ന് ചുണ്ടിലേക്ക് അമർത്തി ചുംബിച്ചു. പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ദത്തൻ പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി. വർണ്ണ അവനെ വിടാതെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും മാറി മാറി നുകർന്നു. അവസാനം ഒരു കിതപ്പോട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചു. സോറി ദത്ത, ഇനി ഇങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. അവൻ്റെ ഷർട്ടിൽ വർണ്ണയുടെ കണ്ണുനീരിൻ്റെ നനവ് പടർന്നു. ദത്തൻ അവളുടെ മുഖമുയർത്തി തനിക്ക് നേരെ പിടിച്ചു. എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നേ?
ആ പഴയ വർണ്ണം എവിടെ പോയി? അവളെ എനിക്കിഷ്ടം. ദത്തൻ അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിൻ്റെ തൻ്റെ ചുണ്ടുകളാൽ തുടച്ചു മാറ്റി. അവസാനം അത് വർണ്ണയുടെ അതിരങ്ങളിൽ വന്നു നിന്നു. ദത്തനൊന്ന് വർണ്ണയുടെ കണ്ണിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അടുത്ത നിമിഷം ദത്തൻ അവളെ എടുത്തുയർത്തി ഡ്രസ്സിംഗ് ടേബിളിലേക്ക് ഇരുത്തി. അവളുടെ ഇരു കാലുകളും തൻ്റെ പിന്നിലേക്ക് പിണച്ചു വെച്ച് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. ശേഷം അവളുടെ അതിരങ്ങളിലേക്ക് പതിയെ ആഴ്ന്നിറങ്ങി. ഒന്ന് വേദനിപ്പിക്കാതെ മൃദുലമായൊരു ചുംബനം. കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും മാറി മാറി നുകർന്ന് പതിയവൻ അവളെ സ്വതന്ത്രയാക്കി. സമയം പോയല്ലോ കുഞ്ഞെ, വാ ഞാൻ കൊണ്ടാക്കാം. അത് പറഞ്ഞ് ദത്തൻ തൻ്റെ മുണ്ടിൻ്റെ അറ്റം കൊണ്ട് അവളുടെ മുഖമാകെ തുടച്ചു കൊടുത്തു. ശേഷം നെറ്റിയിലൊന്ന് ഉമ്മ വെച്ച് അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവളപ്പോൾ ഒരു മായിക ലോകത്തായിരുന്നു. ദത്തൻ വീട് പൂട്ടി ചേറിന് മുകളിൽ വെച്ച വർണ്ണയുടെ ബാഗ് അവളുടെ തോളിലിട്ട് കൊടുത്തു. ദത്തൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും പിന്നിൽ വർണ്ണയും കയറി. അവൻ്റെ പുറത്ത് തലവെച്ച് അവൻ്റെ വായിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് വർണ്ണ കണ്ണുകൾ അടിച്ചിരുന്നു. കുഞ്ഞേ, ദത്തൻ്റെ വിളി കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. വർണ്ണ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി. ദത്തൻ അവളുടെ കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിൽ വെച്ചു. പോയി വാ, ക്ലാസ്സൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. നീ വൈകുന്നേരം വിളിക്കാൻ വരുമോ? ചിലപ്പോഴേ വരൂ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. വന്നില്ലെങ്കിൽ എൻ്റെ കുട്ടി അനുവിൻ്റെയും വേണിൻ്റെയും കൂടെ വന്നാൽ മതി. സൂക്ഷിച്ച് വരണം. അവൻ ചിരി മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പോക്കോ. വർണ്ണ കോളേജ് ഗേറ്റ് കടന്ന് ദത്തൻ ബുള്ളറ്റ് തിരികെ പോയി. വർണ്ണ ക്ലാസ്സിലെത്തുമ്പോൾ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ നേരെ ലാസ്റ്റ് ബെഞ്ചിലേക്ക് നടന്നു. അവൾ അനുവിൻ്റെയും വേണിയുടെയും അടുത്ത് വന്നിരുന്നു. എന്തിനാ എത്ര നേരത്തെ വന്നത്? മിസ് ക്ലാസ്സിൽ വന്നിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഞാനിപ്പോൾ വന്നതായ കൂറ്റം. ഭരണമോൾ രാവിലെ തന്നെ കട്ട കലിപ്പിലാണല്ലോ. നീ എങ്ങനെയാ വന്നേ? ദത്തൻ കൊണ്ടാക്കി തന്നു. ആണോ? വൈകുന്നേരം വിളിക്കാൻ വരുമോ? ഞങ്ങൾ അറിഞ്ഞില്ല നീ ഇന്ന് വരുമെന്ന്. ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ നീ വരില്ലെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാ വിചാരിച്ച്. പിന്നെ തോന്നി എന്തിനാ വെറുതെ ക്ലാസ് കളയുന്നേന്ന്. കാശ് കൊടുത്ത് പഠിക്കുന്നതല്ലേ. എന്ത്? ഇത് ഞങ്ങളുടെ പറഞ്ഞല്ല. ഞങ്ങളുടെ പറഞ്ഞപ്പോൾ ഇങ്ങനെയല്ല. ഞാൻ നന്നായി. അതാ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ബസ്സിന് പോവാം. വേണ്ട, ദത്തേട്ടനോട് പറയാൻ വിളിക്കാൻ വരാൻ. ഞാൻ പറഞ്ഞപ്പോൾ ദത്ത ചിലപ്പോഴേ വരുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അനുമോള് പറഞ്ഞ് എൻ്റെ ഏട്ടനെ അത് തട്ടിക്കളയാൻ പറ്റില്ല. അനു ബാഗിൽ നിന്നും ഫോണെടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ദത്തേട്ടാ, വൈകുന്നേരം ഒന്ന് പറഞ്ഞേ. അല്ല, ഞങ്ങളെ വിളിക്കാൻ വരുമോ? ഒരു 4 മണിയാകുമ്പോൾ വന്നാൽ മതി. കാറ് വേണ്ട കേട്ടോ, നമുക്കേ ആ കൂടുകൂട് മതി. അവൾ ദത്തിന് വോയിസ് അയച്ചു. പെട്ടെന്ന് മിസ് വന്നതും എല്ലാവരും എഴുന്നേറ്റു. മിസ് വന്നതും അറ്റൻഡൻസ് എടുക്കാൻ തുടങ്ങി. ഡീ, ദത്തേട്ടൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഈ അനുമോള് പറഞ്ഞ ഏട്ടന് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലെന്ന്. ആണോ? എവിടെ നോക്കട്ടെ. വർണ്ണ പറഞ്ഞതും അനു ഫോണ് വർണ്ണക്ക് നേരെ നീട്ടി. ഓക്കേടാ, വരാം. ദത്തൻ്റെ മെസ്സേജ് അനു കാണിച്ചു. അതെന്താ അങ്ങനെ? ഞാൻ ചോദിച്ചപ്പോൾ വരില്ലെന്ന് പറഞ്ഞു. എങ്ങനെ വരാനാ? നീ ഏട്ടന് കുറച്ച് ബഹുമാനം കൊടുക്കണം. നീ സ്വന്തം കേട്ടൻ്റെ പേരിലടി വിളിക്കുന്നത്. പിന്നെ അതിനിപ്പോൾ എന്താ? ഞാൻ അങ്ങനെ വിളിക്കുന്നത് ദത്തിന് ഇഷ്ടം. എന്താ അവിടെ ഒരു ബഹളം? രജിസ്റ്റർ അടച്ചു വെച്ച് മിസ് ലാസ്റ്റ് ബെഞ്ചിലേക്ക് വന്നു. ആ, 3ാമത്തെ ആളും വന്നല്ലോ. വെറുതെ അല്ല ഈ ഒരു ബഹളം. ഇന്നലെ വരെ ഈ ബെഞ്ചിൽ നിന്ന് ഒരു ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ടീച്ചർ, വേണി പറഞ്ഞു. അത് ഞാൻ തന്നോടാണോ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് പറഞ്ഞയോടാ. ഇവൾക്കെന്ന് നാവില്ലേ? അതോ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ പോയപ്പോൾ സംസാരിച്ച് നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു മിസ്. വാട്ട്? അത് പിന്നെ ടീച്ചർ അവിടെ പോയി മഞ്ഞ് പിടിച്ച് തണുപ്പടിച്ച് അവളുടെ സൗണ്ട് അടിച്ച് പോയി മിസ്. തൊണ്ടയിൽ കിച്ചിക്കിച്ചാണ്, സംസാരിക്കാൻ പറ്റില്ല. വേണിയുടെ നോട്ട് ഫുള്ള് കംപ്ലീറ്റ് ആണോ? അതെ മിസ്. അവൾ ബുക്ക് കൊടുത്തതും ടീച്ചർ സംശയത്തോടെ ചെക്ക് ചെയ്തു. ഇരിക്ക്. ടീച്ചർ കണ്ണടക്കിടയിലൂടെ നോക്കി പറഞ്ഞു. അനുവിൻ്റെ ബുക്കിനായി കൈ നീട്ടി അവളും ബുക്ക് കൊടുത്തു. ടീച്ചർ അത് ചെക്ക് ചെയ്ത് അവളോട് ഇരിക്കാൻ പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണോ ഫാദറിൻ്റെ വീട്ടിലാണെന്നൊന്നും എനിക്കറിയണ്ട. എൻ്റെ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കണം. എവിടെ നോട്ട്? വർണ്ണദത്തനെ മനസ്സിൽ നന്നായെന്ന് സ്മരിച്ചു. പാവം, അന്ന് ഞാൻ കുറേ കുറ്റം പറഞ്ഞു. സോറി ദത്ത. വർണ്ണ ബുക്ക് കൊടുത്തതും ടീച്ചർ അത് ചെക്ക് ചെയ്തു. വെരി ഗുഡ്, നൈസ് ഹാൻഡ് റൈറ്റിംഗ്. 3 പേരും നന്നാവാൻ തീരുമാനിച്ചല്ലേ? ഗുഡ്. അത് പറഞ്ഞ് മിസ് മറ്റുള്ളവരുടെ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. കോഴി ചിക്കിയ പോലുള്ള നിന്റെ ഈ കയ്യശരത്തെയാണോ ടീച്ചർ ഇത്രയും പൊക്കിയത്? നോക്കട്ടെ. വേണയവളുടെ ബുക്ക് വാങ്ങി. എടി, ഇതാരാ എഴുതി തന്നേ? എന്ത് രസാ കാണാൻ.
വേണി അതിലൂടെ ഒന്ന് വിരലോടിച്ചു. ഞാൻ എഴുതിയേ. ഒന്ന് പോടി, സത്യം പറ, ആരാ എഴുതി തന്നത്? ദത്തൻ. എൻ്റെ ഈശ്വര, ദത്തൻ്റെ ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിങ്ങോ? ഇവള് പറഞ്ഞത് വെച്ച് ദത്തൻ്റെ അല്പം പഠിപ്പിക്കാം. പിന്നെ IPS അല്ലേ, അപ്പം ഇതല്ല, ഇതിലും വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോഴേക്കും മിസ് എല്ലാവരുടെയും നോട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. വർണ്ണയുടെയും മനുവിൻ്റെയും വേണിയുടെയും ഫസ്റ്റ് ബെഞ്ചിലെ പഠിപ്പുകളുടെയും ഒഴിച്ച് ബാക്കി ആരുടെയും നോട്ട് കംപ്ലീറ്റ് അല്ല. എടി, എല്ലാവരും നമ്മളെ നോക്കുന്നേ, കുറച്ച് വെയിറ്റ് ഇട്ടിരിക്കാം. ഇതൊക്കെ എന്ത്? 3 പേരും ഒരു നിമിഷം മനസ്സിൽ ദത്തനെ ഓർത്തു. ദത്തൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് 2 പേരും കറക്റ്റായിട്ട് നോട്ട് എഴുതിയത്. അന്നത്തെ ദിവസം 3 പേരും നല്ല അഹങ്കാരത്തിൽ തന്നെയായിരുന്നു. എല്ലാവരും നോട്ട് എഴുതാൻ അവരുടെ ബുക്കാണ് വാങ്ങിയത്. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം 3 പേരും കൂടി ഇറങ്ങുമ്പോൾ കോളേജിന് മുന്നിൽ റോഡിനപ്പുറത്തായി ബുള്ളറ്റിൽ ചാരി ദത്തൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കടന്ന് 3 പേരും റോഡിലേക്ക് ഇറങ്ങി ഓടി. ദത്തൻ കൈകൊണ്ട് അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ശേഷം 2 സൈഡിലേക്ക് നോക്കി റോഡ് ക്രോസ് ചെയ്ത് അവിടെ അരികിലേക്ക് വന്നു. വണ്ടി വരുന്നത് നോക്കാതെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്? ദത്തൻ ശാസനയോട് ചോദിച്ചു. എന്നെ കണ്ട സന്തോഷത്തിൽ അത് ശ്രദ്ധിച്ചില്ല. അനുവും വേണിയും ദത്തൻ്റെ 2 കൈയിലും പിടിച്ചു. കുഞ്ഞേ വാ. ദത്തൻ അവളെ വിളിച്ച് റോഡ് ക്രോസ് ചെയ്തു. ദത്തേട്ടൻ കാരണം ഞങ്ങളിന്ന് ക്ലാസ്സിൽ സ്റ്റാറായി. വേണി രാവിലെ ഉണ്ടായ കാര്യം സന്തോഷത്തോടെ പറഞ്ഞു. ദത്തൻ ബുള്ളറ്റ് ചാരി നിന്ന് പുഞ്ചിരിയോടത് കേട്ടു. ഇത്രയും നല്ല ഏട്ടനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യ. പക്ഷേ ഇവളെ പോലൊരു വിവരദോഷി ഏട്ടനെ എങ്ങനെ കിട്ടി? അത് പിന്നെ വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് കഴിയില്ലല്ലോ, വേണി കാളിയോടെ പറഞ്ഞു. തനിക്ക് നാണല്ലല്ലോ സ്വന്തം ഭാര്യ ഇങ്ങനെ കൺമുന്നിൽ വെച്ച് കാളിയാക്കിയിട്ട് മേടിച്ചുകൊണ്ട് നിൽക്കാൻ. ലജ്ജാവഹം. വർണ്ണ ദത്തനെ നോക്കി പേടിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞില്ല, എന്താ തെറ്റ്? വേണ്ടട്ടോ, എൻ്റെ കുഞ്ഞിനെ അത്രയ്ക്ക് അങ്ങോട്ട് കളിയാക്കണ്ട. വാ പോവാൻ നോക്കാം. അതും പറഞ്ഞ് ദത്തൻ ബുള്ളറ്റിലേക്ക് കയറി. 3 പേരുടെയും ബാഗവൻ പെട്രോൾ ടാങ്കിന് മുകളിലായി ഒതുക്കി വെച്ചു. ദത്തൻ്റെ പിന്നിലായി വർണ്ണയും മനുവും വേണിയും കയറി. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി അവർ പറഞ്ഞതെല്ലാം വാങ്ങിക്കൊടുത്താണ് ദത്തൻ അവരെ വീട്ടിലിറക്കിയത്.